രാവിലത്തെ മോർണിംഗ് റൂട്ടീനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നത്തെയും പോലെ കിച്ചണിലേക്ക് വന്നതിന് ശേഷം ഇങ്ങനൊരു നോട്ടം പതിവാണ് കേട്ടോ. ഇങ്ങനെ ക്ലീനായിട്ട് കിടക്കുന്ന കിച്ചൺ കാണുമ്പോൾ മൈൻഡ് ഭയങ്കര റിഫ്രഷ് ആവും. ഇതാണ് എൻ്റെ കുഞ്ഞ് കിച്ചൺ. അപ്പോൾ ഇഷ്ടമായാൽ കമൻറ്റിൽ പറയണേ. പിന്നെ വേഗം തന്നെ ചായ വെക്കാൻ വേണ്ടി പോവാണ്. ചായ കൊടുത്തിട്ട് വേണം മോളെ മദ്രസയിലേക്ക് വിടാൻ. അപ്പോൾ ചായ എത്ര നല്ലതൊന്നും അല്ലെന്ന് അറിയാം, എന്നാലും കുടിച്ച് ശീലമായി. പിന്നെ കിച്ചണിന് പുറത്തേക്കുള്ള ഭാഗം ഇങ്ങനെയാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ജനലുകളും വാതിലുകളൊക്കെ തുറന്നിടാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ കാറ്റായതുകൊണ്ട് തുറന്നിട്ടിട്ടില്ല. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ടൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പകുതിയിൽ വെച്ച് നിർത്തേണ്ടി വന്നു. കുഞ്ഞു മോനുള്ളത് കൊണ്ട് തന്നെ ഫുള്ളായി വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഉള്ളത് വെച്ച് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ആക്കിയതാണ്. വീഡിയോ എല്ലാവരും ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ. അങ്ങനെ ഇക്കാക്കും മോൾക്കുള്ള ചായയൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു. പിന്നെ മോളെ മദ്രസയിലേക്ക് വിട്ടതിന് ശേഷമാണ് കേട്ടോ ചായ കുടിച്ചത്. ചെറിയ മോളാണ് എൻ്റേത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ ചപ്പാത്തി കുഴക്കലും പരത്തലൊക്കെ കഴിഞ്ഞു. പിന്നെ കറി റെഡിയാക്കാമെന്ന് വിചാരിച്ച് തക്കാളി, സബോള, പച്ചമുളക് എല്ലാം കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. പിന്നെ സിമ്പിളായിട്ടുള്ള കറി ആയതുകൊണ്ട് ചപ്പാത്തിക്ക് മാത്രമേ എടുക്കണുള്ളൂ. ചപ്പാത്തിക്ക് മാത്രം എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ്. ചപ്പാത്തി കുഴയ്ക്കുന്നതിൻ്റെ പരത്തുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം വീഡിയോ ഒരുപാട് ലോങ് ആവണ്ടെന്ന് കരുതി. പിന്നെ അങ്ങനെ ഗ്രീൻ പീസ് വേവിക്കാനായിട്ട് വെക്കാൻ പോവാണ്. പിന്നെയാണ് പൊടികളൊക്കെ ഇടുന്നത്. വേഗം തന്നെ ചപ്പാത്തിയും പെട്ടെന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ പാൻ വെക്കലാണ്. വേഗം ചപ്പാത്തി ചുടാമെന്ന് വിചാരിച്ചു. മോനുണ്ട് കൂടെ. ഞങ്ങൾ എങ്ങനെ ശബ്ദം ഇല്ലാണ്ട് എണിച്ചാലും മോൻ എപ്പോഴും കൂടെ എൻ്റെ ഒപ്പം എണിക്കാറുണ്ട്. ഞാൻ വൈകിയാണ് എണിക്കുന്നതെന്നുണ്ടെങ്കിൽ അവനും വൈകിയാണ് എണിക്കാറ്. അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല. പിന്നെ അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കറിക്ക് വേണ്ട പൊടികളൊക്കെ ഇട്ട് വീണ്ടും വേവിക്കാനായിട്ട് വെക്കലാണ്. ഞാനിവിടെ ഗ്രീൻ പീസ് പലതരത്തിൽ വെക്കാറുണ്ട് കേട്ടോ. തേങ്ങ അരച്ച് വെക്കും, തേങ്ങ പാലെടുത്ത് വെക്കും, പിന്നെ സിമ്പിളായിട്ട് ഇങ്ങനെയും വെക്കാറുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വെക്കാം. ഞാനിപ്പോൾ ചപ്പാത്തിക്ക് മാത്രം എടുക്കേണ്ടത് കൊണ്ട് ഇങ്ങനെ സിമ്പിളായിട്ടാണ് ഇപ്പോൾ വെക്കുന്നത്. അങ്ങനെ കറി റെഡിയായപ്പോൾ പെട്ടെന്ന് തന്നെ താളിച്ചു കേട്ടോ. പിന്നെ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ഇതിൽ എല്ലാം പഠിച്ച് വരുന്നതല്ലേ ഉള്ളൂ, അതിൻ്റെയാണ് കേട്ടോ. പിന്നെ ഇക്കാക്ക് പോകാൻ തിരക്കായി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇക്കാക്ക് കഴിക്കാൻ കൊടുക്കലാണ്. അങ്ങനെ ഇപ്പോൾ കഴിക്കാനുള്ളത് റെഡിയാക്കി ഇക്കാനെ വിട്ടു. അതിനുശേഷം ബെഡൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മോനെയും കൊണ്ട് റൂമിലേക്ക് പോയി. പിന്നെ അതൊക്കെ പെട്ടെന്ന് തന്നെ വിരിച്ചു കേട്ടോ. മോനിത് എന്താന്ന് പറഞ്ഞിട്ട് നോക്കല, ഉറങ്ങുന്നത് എങ്ങനെയാണ് കാണിച്ചു തരല. അപ്പോഴേക്കും മോളും വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഇതാണ് മോളും മോനും. പിന്നെ ഞാനങ്ങനെ കഴിക്കാനിരിക്കല. മോൾക്ക് ഇന്ന് മദ്രസ 9 മണിക്കാണ് വിട്ടത്, സ്കൂളില്ലാത്തതുകൊണ്ട്. അങ്ങനെ ഞാനും പെട്ടെന്ന് കഴിച്ച് മോനുള്ള ഫുഡ് അവിടെ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ മോനൊക്കെ കഴിക്കാൻ കൊടുക്കുക, ചൂടാറിയിട്ട് കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനങ്ങനെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ചോറ് വയ്ക്കാൻ വന്നിട്ടുണ്ട്. ചോറ് വെച്ച് ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട്. നേരത്തെയൊക്കെ ഞാൻ അപ്പോഴേക്കുള്ള പാത്രങ്ങൾ കഴുകി വയ്ക്കുമായിരുന്നു. ഇപ്പം മോനുള്ളതുകൊണ്ട് മോൻ ഉറങ്ങി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മോൻ്റെ നല്ല മൂഡ് അനുസരിച്ച് തന്നെ ഞാനെല്ലാം ചെയ്യാറുള്ളൂ. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് അപ്പോഴേക്കുള്ളത് ക്ലീനാക്കി വെക്കുമ്പോൾ ഭയങ്കര ഫ്രഷായിട്ട് തോന്നും. പിന്നെ അങ്ങനെ സിങ്കും ഒന്ന് കഴുകി എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചു. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെള്ളം പോകുന്നത് വരെ ഈ സൈഡിലായിട്ടാണ് കേട്ടോ വെക്കാറ്. പിന്നെ വെള്ളം പോയി കഴിഞ്ഞതിന് ശേഷം അതത് സ്ഥാനത്ത് എടുത്ത് വയ്ക്കും. അങ്ങനെ ഇത് കഴിഞ്ഞ് കഴുകി വയ്ക്കുന്ന പാത്രങ്ങളൊക്കെ ബാസ്ക്കറ്റിലാക്കി താഴെയാണ് കേട്ടോ വെക്കാറ്. പിന്നെ ഇതിൽ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. മോനെ എണീക്കുമ്പോഴേക്കും ക്ലീനിങ്ങിൻ്റെ പരിപാടികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ടേബിളാണ് ക്ലീൻ ചെയ്യുന്നത്. മോള് അപ്പുറത്ത് കളിക്കാൻ പോയതാട്ടോ, അതാ മോളെ കാണാത്തത്. പിന്നെ അങ്ങനെ ഞാൻ പെട്ടെന്ന് അടിച്ചു വാരലും തുടയ്ക്കലൊക്കെ കഴിയാമെന്ന് വിചാരിച്ച് വേഗം ചെയ്യല. മോൻ ഉറങ്ങുന്ന ടൈമായിരിക്കും ഞാൻ മാക്സിമം എല്ലാ ജോലികളും ചെയ്ത് തീർക്കാൻ നോക്കാം കേട്ടോ. അവൻ എണീക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവനിപ്പോൾ നടക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വീഴും. അപ്പോൾ ഞാൻ
എപ്പോഴും അവൻ ഉറങ്ങുന്ന സമയത്താണ് ചെയ്യുക. എണീച്ചിരിക്കുമ്പോൾ അവൻ്റെ കൂടെ കളിക്കാറാണ് പതിവ്. എപ്പോഴും അതുപോലെ തന്നെ ആയിരിക്കും. പിന്നെ അതുപോലെ ഇതിലെ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല. ചെറിയ ചെറിയ വീഡിയോസ് അവിടെ എടുത്തത് കാണിക്കണമെന്ന് തന്നെ ഉള്ളൂ. പിന്നെ അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇനി വരുന്ന വീഡിയോസും മസ്റ്റായി കാണണേ.